ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പാദ്യത്തിൻ്റെ വലിയ ഒഴുക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ മഹത്തായ ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞുതരാം. ഇതെൻ്റെ വകയായി പറയല്ല, മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്തിൻ്റെ വലിയ ഖജനാവുകൾ തുറന്നു കിട്ടാൻ, സമ്പാദ്യത്തിൻ്റെ വലിയ ഖജനാവുകൾ തുറന്നു കിട്ടാൻ, വലിയ അറിവ് ലഭിക്കാനൊക്കെ കാരണമായി തീരുന്ന മഹത്തായ ഒരു ഇസ്തിഗ്ഫാർ. കേവലം ചുരുങ്ങിയ 2 മാസക്കാലം ആരെങ്കിലും ഒരാൾ ഇത് നിരന്തരമായി ചൊല്ലുന്നുണ്ട് എങ്കിൽ സാമ്പത്തികമായ മുഴുവൻ പ്രതിസന്ധികളും, വെറുതെ പറയുകയല്ല, സാമ്പത്തികമായ മുഴുവൻ പ്രതിസന്ധികളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നീങ്ങിക്കിട്ടും. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. സാമ്പത്തികമായി ഞെരുക്കത്തിൽ കഴിയുന്ന ആരെല്ലാം ഉണ്ടോ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഏതൊക്കെ ഉമ്മമാരുണ്ടോ, സഹോദരന്മാരുണ്ടോ, ഇൻഷാ അല്ലാഹ് ഇതൊന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി കുറിച്ച് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വകയാണ് ഇന്നത്തെ വീഡിയോ. മുഴുവനും കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പല ആളുകൾ വിചാരിക്കും, ഉസ്താദേ അത്ര വലിയ സുഖമൊന്നുമില്ല, അത്ര വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്നുമല്ല. അങ്ങനെ കരുതിയാൽ മതി. നമുക്ക് വലിയ ഹിമ്മത്തും മനക്കരുത്തും അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എന്നാൽ പല ആളുകളും വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്നൊരു വിഷയമാണ് സാമ്പത്തിക മേഖല, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ സമ്പത്തിൻ്റെ വിഷയത്തിലായിരിക്കും. സമ്പത്തില്ലാത്തതൊരു പ്രശ്നമാവില്ല, പക്ഷേ ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാൻ കാരണമായി തീരുന്നത് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ആ സമയത്തൊക്കെ ആയിരിക്കും ബേജാറാകാം. അല്ല ഇപ്പോൾ സമ്പത്തില്ല എന്ന് കരുതിയിട്ട് ഇപ്പോൾ ആരും ടെൻഷൻ അടിച്ച് അങ്ങനെ നടക്കുന്നുണ്ടാവില്ല, ഇല്ലേ? എനിക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയല്ല, മറിച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴാണ് ടെൻഷൻ അടിക്കേണ്ടി വരിക. ഇൻഷാ അല്ലാഹ് ഞാനൊരു അമല് പറഞ്ഞുതരാം ചുരുങ്ങിയ സമയം കൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ട് എങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു മഹത്തായ ഒരു അമലാണ് ഈ പറയാൻ പോകുന്നത്. നബിതങ്ങൾ അവിടുന്ന് പതിവാക്കിയത് ഇസ്തിഗ്ഫാർ നബിതങ്ങൾ പതിവാക്കിയിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മഹത്തുക്കളായ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു അമൽ, അവരുടെ ജീവിതത്തിൽ മുജറബായി അവർ ചെയ്തു വന്നിരുന്ന ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ആരെങ്കിലും ഒരാൾ അന്നമൻ ഖാല ഹാദ ദുആ, ഈ പറയാൻ പോകുന്ന ദുആ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ആരെങ്കിലും ഒരാൾ 100 മറത്തൻ യൗമിയൻ, എല്ലാ ദിവസവും 100 തവണ, കുറഞ്ഞ ഏതെങ്കിലും ഒരു സമയം മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും 100 തവണ ഈ പറയാൻ പോകുന്ന ദുആ ആരെങ്കിലും ചൊല്ലി എത്ര ദിവസം? ലി മുദ്ദത്തി ഷഹ്റൈനി മുത്തതാബിഈൻ, തുടർച്ചയായ 2 മാസക്കാലം. മുത്തതാബിഈനി എന്നാ പറഞ്ഞത്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് എന്ന്. 2 മാസം ചൊല്ലണം. 2 മാസം അതായത് പൂർണ്ണമായ 60 ദിവസങ്ങൾ, 30 ദിവസങ്ങൾ. അറബി ദിവസങ്ങളാണ്, അറബി മാസമാണ് പരിഗണിക്കേണ്ടത്. ഇനി അറബി മാസം 29 ഉള്ളെങ്കിൽ 29, അടുത്ത മാസം എത്രയാണ് അത്രയും. അതായത് 2 മാസം 29 ആണ് എങ്കിൽ 29 അങ്ങനെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. 30 ദിവസം ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു മാസത്തിന് കണക്ക് പറഞ്ഞതാണ്. അപ്പോൾ തുടർച്ചയായ 2 മാസങ്ങൾ എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇന്നാണ് തുടങ്ങിയത് എങ്കിൽ 2 മാസം 60 ദിവസം പൂർത്തിയാകുന്ന എന്നാണോ അന്നാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അന്നേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. തുടർച്ചയായിട്ട് ചൊല്ലണം. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ പറ്റിയില്ല, ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയി എന്നാൽ അവിടെ ശ്രദ്ധിക്കണം. പിന്നീട് ഈ എണ്ണം പൂർത്തിയാക്കേണ്ടത് അന്ന് മുതൽ പിന്നീട് അടുത്ത ഒരു 60 ദിവസം എന്ത് ചെയ്യണം, തുടർച്ചയായിട്ട്, അതായത് 2 മാസം വീണ്ടും തുടർച്ചയായിട്ട് ചൊല്ലണം. മനസ്സിലായോ? അപ്പോൾ ഇടമുറിയാതെ തുടർച്ചയായതാണ് മുത്തതാബിഈനി എന്നെടുത്തത്. അങ്ങനെ ചൊല്ലിയാലുള്ള ഗുണം എന്താ? ഒരാൾ അങ്ങനെ ചൊല്ലി എന്നാൽ അള്ളാഹു ആ ചൊല്ലിയ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കും. അവിടെ ആണെന്നില്ല പെണ്ണെന്നില്ല, ആര് ചൊല്ലിയാലും കുഴപ്പമില്ല. നീയത്ത് നന്നാക്കണം, ഖൽബിലെ നീയത്ത് നന്നാക്കണം. ചൊല്ലിക്കഴിഞ്ഞാൽ അഅ്താഹുല്ലാഹു കൻസൻ മിനൽ മാൽ, സമ്പത്തിൽ നിന്നുള്ള കൻസ്, നിധിയെ അള്ളാഹു നൽകുന്നതാണ്. നമുക്കൊക്കെ നിധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? നല്ലൊരു നിധി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ? നിധി നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ, രാജ്യത്തിൻ്റെ നിയമങ്ങളും കൂടെ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, പാലിക്കേണ്ടതുണ്ടല്ലോ. രാജ്യത്തിൻ്റെ നിയമങ്ങൾ
പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നിധിയൊക്കെ പിന്നെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുക, അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണമായി തീരും. അപ്പോൾ എന്ത് ചെയ്യുക, ആ നിധി ഒരാൾക്ക് ഇപ്പോൾ കിട്ടി, അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വിഹിതം ഈ കിട്ടിയ ആൾക്ക് കൊടുക്കുക എന്നുള്ളൊരു നിയമം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യുക, ലാഭം തന്നെയാണ്. വലിയൊരു നിധിയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയാലും എന്ത് ചെയ്യും, നമുക്ക് ലാഭം തന്നെയാണ്, വലിയ അനുഗ്രഹം തന്നെയല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കൻസം മിനൽ മാൽ, സമ്പത്തിൽ നിന്നുള്ള വലിയ നിധി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കും. ഇനി നിധി എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കട്ടെ, മണ്ണ് കുഴിച്ചാലേ പറമ്പ് പോലും ഇല്ലാത്ത എനിക്ക് എവിടെ നിന്നാണ് നിധി കിട്ടുക എന്ന് ചിന്തിക്കേണ്ടതില്ല. അവിടെയാണ് ചിന്തിക്കേണ്ടത്, അള്ളാഹു നിധി തരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്പത്തിൻ്റെ വഴികൾ തുറന്നു തരിക എന്നായിരിക്കും, അല്ലേ? സമ്പത്തിൻ്റെ വഴികൾ തുറന്നു തരിക, അതിന് പറമ്പ് വേണമെന്നൊന്നും നിർബന്ധമില്ല, കുഴിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വ കൻസം മിനൽ ഇൽമി, അത് മാത്രമല്ല ഇൽമിൻ്റെ നിധിയും അള്ളാഹു നൽകുന്നതാണ്. അതായത് ഇൽമിൻ്റെ വലിയ കൂമ്പാരം അള്ളാഹു, അറിവ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും, അറിവ് അള്ളാഹു കൊടുക്കും. അറിവുണ്ടാകുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ് അള്ളാഹു നൽകുന്നത്, അല്ലേ? എന്നാൽ വലൈസ ലിഹാദൽ വിർദി സാഅതൻ മുഹദ്ദദതൻ ഔ മക്കാനൻ മുഹദ്ദദ, അതായത് അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് എപ്പോഴാണ് ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് ചൊല്ലേണ്ടത്, എവിടെ നിന്നാണ് ചൊല്ലേണ്ടത്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മഹാന്മാർ പഠിപ്പിച്ചാണ്. ഇതിന് പ്രത്യേക ഒരു സമയം ഇല്ല, പ്രത്യേക ഒരു സ്ഥലവും ഇല്ല. അതായത് ഇന്ന സ്ഥലത്തിരുന്നേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയില്ല. എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെല്ലാം, ബാത്റൂമിലൊന്നും പോലും ചൊല്ലരുതേ ഉള്ളൂ. അല്ലാതെ അനുവദിക്കപ്പെട്ട ഏത് സ്ഥലത്തും എന്ത് ചെയ്യുക, ഇരുന്ന് ചൊല്ലാം. നിസ്കാരപ്പായിലിരുന്നോ, ഉമ്മറത്തിരുന്നോ, സെറ്റിയിലിരുന്നോ, അല്ലെങ്കിൽ ഇനി വേറെ എവിടെയാണോ ബെഡ്റൂമിലിരുന്നോ, എവിടെ നിന്നാണെങ്കിലും ചൊല്ലാം. അതുപോലെ നിശ്ചിത സമയമൊന്നുമില്ല, ഏതെങ്കിലും ഒരു സമയത്ത് സുബഹിക്ക് ശേഷമോ ദുഹറോ അസ്റോ മഗ്രിബ് ഇശാ എപ്പോഴാണ് പറ്റുന്നത്, ഇനി കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ അവിടെ അപ്പം ചൊല്ലിയാലും മതി. എപ്പോഴാണ് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പാദ്യത്തിൻ്റെ ഖജനാവുകൾ തുറന്നിട്ട്, ഇത് എൻ്റെ വകയായിട്ട് പറയല്ല കേട്ടോ, മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. ഏതാണ് ആ ഇസ്തിഗ്ഫാർ വഹുവ, പറഞ്ഞു തരട്ടെ, എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക ഇൻഷാ അല്ലാഹ് കേട്ടോ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം ബദീഉസ് സമാവാതി വൽ അർദി മിൻ ജമീഇ ജർമി വദുൽമി വഇസ്റാഫി അലാ നഫ്സി വഅതൂബു ഇലൈഹി. ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ ദുആഇനെ അയാളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ 2 മാസക്കാലം തുടർച്ചയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അല്ലാഹു ഖജനാവുകൾ, അതും എന്തിൻ്റെ ഖജനാവുകൾ, ഈ സമ്പത്തിൻ്റെ അതുപോലെ അറിവിൻ്റെ ഖജനാവുകൾ തുറന്നു കൊടുക്കുന്നതാണ്. മഹത്തുക്കൾ പഠിപ്പിച്ചതാണ്. ഇനി അത് അക്കൂട്ടത്തിൽ പറയുന്നുണ്ട്, വങ്കാന യത്ലുബുൽ വലദ ഫല്യഖുൽ, ആരെങ്കിലും ഒരാൾ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ, മക്കളില്ലാത്ത ആളുകൾ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മഹത്തുക്കൾ അതുകൂടെ ചേർത്ത് പറയുന്ന, ആരെങ്കിലും ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി വ അതൂബു ഇലൈഹി, ഈ ഇസ്തിഗ്ഫാറിൽപ്പെട്ട അസ്തഗ്ഫിറുല്ലാഹ റബ്ബി വ അതൂബു ഇലൈഹി എന്നത് 100 മറത്തൻ, എത്ര തവണ ചൊല്ലി, 100 തവണ ചൊല്ലി. ഖബല അദാനി സുബഹി ബിനിസ്ഫി സാഅത്തിൻ, അതായത് സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ്, സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന തഹജ്ജുദിൻ്റെ സമയത്ത് ചൊല്ലാം. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാൻ പറ്റുമല്ലോ. ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസതുഖുല്ലാഹ ഹാജതുഹു ഇൻഷാ അല്ലാഹ്, അയാളുടെ ആവശ്യം എന്താണോ ആവശ്യം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. മക്കളുടെ ഇല്ലാത്തവരുടെ ആവശ്യം എന്താ, നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടാന്നല്ലേ, അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുമെന്ന ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരുമാറാട്ടെ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെങ്കിലും കേൾക്കുന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ചാനലുകളിൽ വരും. അത് നിങ്ങൾക്ക് കേൾക്കാനും ജീവിതത്തിൽ പതിവാക്കാനും ഒക്കെ ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.